وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. അല്ലാഹുവിൻ്റെതായ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണിത്. സൂറത്തുൽ അഹ്സാബിലെ ഒരു ആയത്താണ്, എല്ലാവർക്കും അറിയാം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. മനുഷ്യ, നീ നടന്നു വന്നതായ വഴികൾ നീ തിരിഞ്ഞു നോക്കിയില്ല എങ്കിൽ, നീ നടന്നു വന്നതായ വഴികൾ നിന്റെ മാതാപിതാക്കൾ, നിന്റെ ഉസ്താദന്മാർ നിന്നെ സഹായിച്ചവരുണ്ടല്ലോ, നിന്റെ വഴിയിൽ നിന്നെ സഹായിച്ചവരുണ്ടല്ലോ, നിന്റെ ഉസ്താദന്മാരുണ്ടല്ലോ, നിന്റെ മാതാപിതാക്കളുണ്ടല്ലോ, അവരെ നീ തിരിഞ്ഞു നോക്കിയില്ല എങ്കിൽ മുന്നോട്ടുള്ള വഴികൾ ദുർഘടമാണെന്ന് പഠിപ്പിച്ച ഒരു മതമാണ് ദീനുൽ ഇസ്ലാം. എത്രയോ ചരിത്രങ്ങൾ സാക്ഷിയാണ്, എത്രയോ ചരിതങ്ങൾ സാക്ഷിയാണ്. അള്ളാന്റെ ഖുർആനിൽ ഒരു ആയത്താണ്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇത് ഏത് മാസത്തിൽ ഇറങ്ങിയതായ ആയത്താണെന്നറിയുമോ? ഞാനും നിങ്ങളും നിലകൊള്ളുന്നതായ ശഅബാൻ ഉണ്ടല്ലോ, എന്റെ മാസമാണ് സ്വഹാബ, ഇത് എന്റെ മാസമാണ് സ്വഹാബ എന്ന് മുത്തുനബി എവിടെന്ന് പഠിപ്പിച്ചതായ ശഅബാൻ മാസം. ഈ ശഅബാനിലാണ് എന്റെ പെങ്ങളെ, ശഅബാനിലാണ്, ശഅബാനിന്റെ മാസത്തിലാണ് ഈ ആയത്ത് അവതീർണമായതെന്ന് പഠിക്കുമ്പോ നമ്മൾ ഒരുപാട് വഴികളിലൂടെ നടന്നു വന്നവരാണ്. ഉമ്മയില്ലാതെ മകളുണ്ടാവൂല, വാപ്പയില്ലാതെ മകനും ഉണ്ടാവൂല, ഉമ്മയില്ലാതെ മകനും ഉണ്ടാവൂല. ഉമ്മയെ കഴുത്തൊറിച്ച് അല്ലാഹുവേ കഴുത്തിനതായി ഞെരിച്ചു കൊല്ലുന്നതായ കാലഘട്ടം, വെട്ടി മുറിവേൽപ്പിച്ചുകൊണ്ട് ആ ഉമ്മായ ദുനിയാവിൽ നിന്ന് ആഖിറത്തിലോട്ട് പറഞ്ഞയക്കുന്ന കാലഘട്ടം. ഉമ്മാന്റെ വിലറിയാത്ത എത്രയോ മക്കളാണ്. അങ്ങനെ തുടങ്ങി ദുനിയാവിൻ്റെതായി കാലഘട്ടം ഒന്ന് പരിശോധിച്ചു നോക്കിയാല് ഇൽമില്ലാത്തതിന്റെ പേരില്, അറിവില്ലാത്തതിന്റെ പേരില്, ഖുർആൻ അറിയില്ല, ദീൻ അറിയില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. ഒരുപാട് വഴികളിലൂടെ നീ എത്ര വലിയവനായാലും, നീ എത്ര ഉന്നതനായാലും, എന്റെ ചെറുപ്പക്കാരാ പൊന്നുമോളെ, നീ എത്ര സമുന്നതമായ പദവിയിലെത്തിയാലും നിന്റെ ഉമ്മയില്ലാതെ നീ ഉണ്ടാവൂല, നിന്റെ വാപ്പയില്ലാതെ നീയും ഉണ്ടാവൂല. ഈ സ്ഥാനം നിനക്ക് കിട്ടാൻ കാരണം നിന്റെ ഉമ്മയാണടോ, നിന്റെ വാപ്പയാണടോ. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ നിന്റെ പിന്നിലോട്ടുള്ള വഴികളെ നീ നോക്കിയില്ല എങ്കിൽ നിന്റെ മുന്നോട്ടുള്ള വഴികൾ നിനക്ക് ദുർഘടമാണ്. ശഅബാൻ മാസം അതിന് സാക്ഷിയാണ്. അള്ളാന്റെ പ്രവാചകൻ എത്രയോ സമുന്നതനായ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ആകാശത്തിലും പോകുമ്പോഴും ഒന്നാമത്തെ ആകാശത്തിൽ ആദം നബിയുണ്ട്, യഹ്യാ നബിയുണ്ട്, അതടുത്തതാ ഈസാ നബിയുണ്ട്, അതിന്റെ അടുത്ത് ഇദ്രീസ് നബിയുണ്ട്, അടുത്തതാ യൂസുഫ് നബിയുണ്ട്, അടുത്തതാ മഹാനായ യഹ്യാ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഉണ്ട്. അങ്ങനെ പ്രവാചകന്മാരെ കാണുമ്പോ ഞാൻ നേതാവാണ്, ഞാൻ വലിയ പ്രവാചകനാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചിന്തിച്ചില്ല. എല്ലാവരോടും സലാം പറയുമായിരുന്നു, എല്ലാവരോടും സലാം പറയും, അഭിവാദ്യം പറയും, എല്ലാവരും കെട്ടിപ്പുണരുമായിരുന്നു മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ കൊതിയുമേറെയായി, കൽബിൽ ആശ പെയ്തിറങ്ങി, കനവിൽ കണ്ടിടാനായി സ്വലവാത്തിനാലായി രാവിലായി കിടന്നു. ഹബീബായ പ്രവാചകനെ പറ്റി എത്ര പുകഴ്ത്തിയാലും നമുക്ക് മതിയാവൂല, എത്ര പാടിയാലും എത്ര എഴുതിയാലും മതിവരാത്ത ഒരു നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ കൊതിയുമേറെയായി,
കൽബിൽ ആശ പെയ്തിറങ്ങി കനവിൽ കണ്ടിടാനായി സ്വലവാത്തിനാലെ രാവിലായി കിടന്നു ദിനങ്ങൾ ഏറെയും കൊഴിഞ്ഞു ഹൃദയം തേങ്ങിടുന്നു നൂറേ മദിഹൻ വരികളാലെ ഞാൻ കാത്തിരുന്നോട്ടെ വരികളാലെ ജീവേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നിലോട്ടുള്ള വഴികളിലൂടെ സഞ്ചരിച്ചു നടന്നവനാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അനുഗ്രഹമാണ് നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി.